ഇപ്പോഴത്തെ ഓരോ കേക്കുകളുടെ പേരേ മാഡം കേട്ടാ പേടിച്ചു പോകും. ഇപ്പൊ ഇത് തന്നെ വാഞ്ചോ ക്രീമി അങ്ങനെ എന്തോ സംഭവം. നമ്മുടെ വാനിലയും ചോക്ലേറ്റും മിക്സ്, അത്രേ ഉള്ളൂ. വാനില എന്റെ ഫേവറേറ്റാ. അത് പിന്നെ എനിക്കറിയത്തില്ലേ പ്രിയക്കുട്ടിയുടെ ഫേവറേറ്റ് എന്താന്ന്, അതുകൊണ്ടാണല്ലോ ഞാൻ മേടിച്ചത്. ഇയാളുടെ പേരെന്താ? ജോർജ് എന്നാ മാഡം. എത്ര പേര് പഠിച്ചു? ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല, ഒരു ഡിഗ്രി ചെയ്തായിരുന്നു, പക്ഷെ കുറച്ച് ലേറ്റ് ആയിട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് കയറി കുറച്ച് നാള്. നമ്മുടെ സ്വഭാവമായിട്ട് ഒട്ട് സെറ്റ് ആവാഞ്ഞോണ്ടേ ഞാൻ പിന്നെ ഇന്ത്യക്ക് പുറത്തു പോയിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ജോർജി, ഈ ജോലി എന്നൊക്കെ പറയുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന് പറ്റിയ ജോലി ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ കിട്ടുന്ന ജോലിക്കനുസരിച്ച് നമ്മുടെ സ്വഭാവം മാറ്റണം. മാഡം ഫിലോസഫിയാണോ പഠിച്ചത്? വാങ്ങി തന്നേക്ക് മാഡം. സൂപ്പർ വീടാണല്ലോ. വാടക വീടാണോ? ജോർജി, തന്റെ നമ്പർ ഒന്ന് തന്നെ, ഗൂഗിൾ പേ ചെയ്യാനാ. 9656 567013. ശരി, ട്രാൻസ്ഫർ ചെയ്തേക്കാം. പിന്നെ മാഡം ഇത് മോക്ക് കൊടുത്തേക്കേ, ഉറങ്ങിപ്പോയില്ലേ? ഓ, ഞാൻ കൊടുത്തേക്കാം. ഓക്കെ. പിന്നെ താങ്ക്സ് ഫോർ എവറിത്തിങ്. ഒന്നും കുഴപ്പമില്ല, ഒരു 5 സ്റ്റാർ ഇട്ടേക്ക്. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വരുന്നേ മാഡം, ഒരു 5 മിനിറ്റ്. ചാടി ചാവാൻ വേറെ വണ്ടിയൊന്നും കിട്ടിയില്ലേ ചേച്ചി? ഒരൊറ്റ അടിയൊന്നും ഉണ്ടല്ലോ. സോറി. പോസ്റ്റ് ആക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടേ. ഞാൻ എത്ര വട്ടം പറഞ്ഞു അപ്പം വീട്ടിൽ ഒറ്റയ്ക്കാന്ന്? ഇപ്പൊ തന്നെ 4 വട്ടം വിളിച്ചു. എടി, അതിനൊരു ഐഡിയ ഉണ്ട്. നമുക്ക് നിന്റെ അപ്പനെ രണ്ടാമത് കെട്ടിക്കാം, അതാകുമ്പോ നിന്റെ ടെൻഷനും മാറും. സാറേ, എന്തായി ഗൾഫിൽ പോണ കാര്യമൊക്കെ? ഓ, അതൊന്നും ആയില്ല സാറേ ഇതുവരെ. നിങ്ങളുടെ ഓഫീസിൽ എനിക്ക് ജോലി വല്ലതും കിട്ടും? ബെസ്റ്റ്. എന്റെ പൊന്നു ജോർജി, ഈ ചാനലിലെ പണിയൊക്കെ നിങ്ങളെപ്പോലുള്ള അയ്യോഭാവങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അതൊക്കെ റിയെ പോലെ നല്ല ഹൈബ്രിഡ് ജനിസപ്പെട്ട പെൺകുട്ടികൾക്കുള്ളതാ. എനിക്കറിയാം സാറേ, ഞാൻ വെറുതെ ചോദിച്ചത്. നാളെ എന്നെയും എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്പൈ ന്യൂസാ, നേരത്തെ അങ്ങ് എത്തിക്കണം. മന്ത്രി രാജൻ കുറുപ്പിനെ കണ്ടാമൃതത്തിന്റെ തൊലിക്കെട്ടിയാ. രാജ് സാറി അടുത്തൊന്നും പ്രതീക്ഷിക്കണ്ട. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. വണ്ടി എടുക്ക്. നമുക്കേ വണ്ടി ഇങ്ങനെ അങ്ങ് വിട്ടാലോ 2 ദിവസം? പിന്നെ നിന്റെ കൂടെ കൊറേ നാളാ ഞാൻ അത് കേൾക്കാൻ തുടങ്ങിയിട്ട്. വല്ല നടക്കണമല്ലോ പറ. എടി, ഇതൊക്കെ നടക്കൂടി, നീനൊന്ന് വിശ്വസിക്കേ. നിന്നല്ലേ? എടാ, നിനക്കെന്നെ കെട്ടാൻ വല്ല ഉദ്ദേശമുണ്ടോ? അതിന് ഞാൻ മാത്രം വിചാരിച്ച പോരല്ലോ. നിന്റെ അപ്പം വെള്ളോടി ഒന്നുകൂടെ സ്ട്രോങ് ആക്കണ്ടേ? എങ്ങനെ? അയാൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്പീഡിൽ മദ്യപിച്ചല്ലേ കാര്യം നടക്കും. ഒന്ന് പോടാ. അപ്പന്റെ വെള്ളടി എങ്ങനെ നിർത്താനാ ഞാൻ നോക്കണം. അയ്യോ, അങ്ങനൊന്നും ചെയ്തേക്കല്ലേ. കാര്യം പുള്ളിക്കെന്നെ കണ്ടെടുത്താ കണ്ടുവിടെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് വേണം പുള്ളിയുടെ മിലിറ്ററി കോട്ടയെന്ന് എല്ലാ മാസവും 2 ലിറ്റർ വെച്ച് എനിക്ക് താങ്ങാൻ. അതെ, ഉടായ്പ വിളിക്കുന്നു. അവനൊന്ന് ഗോവയ്ക്ക് പോകാനിരിക്കുക. നിന്നെ കൊണ്ടാക്കിട്ട് വേണം അങ്ങോട്ട് പോകാൻ. എന്താ ചേട്ടാ? റിയ, നീ കട്ട് ചെയ്യണോ അതോ ഞാൻ കട്ട് ചെയ്യണോ? ഞാൻ ചെയ്തല്ലോ. എന്താന്നറിയില്ല, അവൻ നിന്നെ ഭയങ്കര പേടിയാണ്. അവൻ ഉടായ്പാണെന്നേ അവൻ എന്നെ നല്ലോണം അറിയാതാ. അതായിരിക്കും. അരവിന്ദൻ വിളിച്ചായിരുന്നു. നിന്റെ വിസ പ്രോസസിങ് തുടങ്ങിയെന്നാ പറഞ്ഞു. എന്താ മോളലിനൊരു അനാവശ്യമായിട്ടൊരു കനം? അവരെന്നെയും വിളിച്ചായിരുന്നു. എടാ, കാശിന്റെ കാര്യമാണോ? അത് നമുക്ക് റെഡിയാക്കാം. ഒന്നും നടന്നില്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ അക്കൗണ്ടിൽ നിന്ന് കാശ് അടിച്ച് മാറ്റാം. എൻ്റെ അപ്പൻ്റെ അക്കൗണ്ടിലെ കാശ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാശ് തന്നെയല്ലേ? ഓക്കെ ആണ് കേട്ടോ. നീ ഇറങ്ങുന്നില്ലേ? നിന്റെ അപ്പം പെട്ടാളൊന്നിനും പുറത്തിറങ്ങി വരൂ. അതിന് പുള്ളിയെ പഴയ തോക്കിനെ തൊണ്ട് നിറച്ച് വെച്ചിട്ടുണ്ട് അവനെ നെഞ്ചത്തിട്ട് പൊട്ടിക്കാൻ. നീ വാടാ. ഡാ, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തു പറയാൻ? ഒന്നും പറയാനില്ല. ഞാൻ തരാനുള്ള പൈസയുടെ കാര്യമാണോ? എടി, അത് ഞാൻ നിനക്ക് ദുബായി പോയി കഴിയുമ്പോൾ ദിർഹംസ് ആയിട്ട് അയച്ചു തരാം, പോരെ? ശരി. എടി, പോയി നിന്റെ പ്രാഞ്ചിക്ക് സെൻഡ് ഓഫ് കൊടുക്കും. അങ്ങനെ പറയാൻ. പോടാ. അങ്ങളെ ജയ്ജവാൻ, താങ്ക് യു. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഞാൻ ചോദിച്ചു മേടിച്ചാണല്ലോ. റിയ, ഗുഡ് നൈറ്റ്. ഫാമിലി മൊത്തത്തിൽ തറയാണല്ലോ.
സാധനം കിട്ടിയോ? 2 ബീറും 1 ചാത്തനും. ബീറ് നിനക്ക്, ചാത്തൻ എനിക്ക്. എല്ലാം കൂടെ അടിച്ച് രാത്രി ഇവിടെ ഓഫായി കിടന്നാൽ തിരിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുവിടത്തില്ല. അങ്ങനെ ഞാൻ ഇവിടെ എങ്ങാനും കിടന്നാളാം. ഡാ സാധനം എടുക്കട്ടെ. നിന്റെ മുതലാളി എന്തി? ദേ കാവടിയൊളി വന്നുണ്ട്. എങ്ങനെയുണ്ട്? ശരിക്കും ഗോവ മീറ്റിങ്ങിന് തന്നെയാണോ പോകുന്നത്? ലുക്കായിട്ടില്ലേ? ചൂള ലുക്കായിട്ടുണ്ടോന്നൊരു സംശയമുണ്ട്. എടാ അതിന് ഞാൻ ഈ വേഷത്തിലല്ലല്ലോ മീറ്റിങ്ങിന് പോകുന്നത്. ഓഹോ, അതിനുള്ള സാധനങ്ങളാണ് ഈ പെട്ടിയിൽ അടുക്കി വെച്ചേക്കുന്നത്. മനസ്സിലായോ? എടാ മുതലാളി, ഒരു പുകയുന്നു. സത്യം പറത്താൻ അർമാദിക്കാനല്ലേ ഗോവയിൽ പോണേ? അതേടാ അർമാദിക്കാൻ പോവാ. നിന്നെ പോലെ ഉത്തരവാദിത്തമുള്ള കുറെ തൊഴിലാളികൾ കാരണം ഗതികേടിലായി ഈ സ്ഥാപനം. ഒന്ന് പച്ചപിടിപ്പിക്കാമെന്ന് വെച്ചപ്പം എങ്ങനെ? അയ്യോ എന്റെ പൊന്നുമോനെ ഉദ്ദേശിച്ചല്ല. അയ്യപ്പനിങ്ങനെ വന്നേ, എന്നാ പിടി. മോളെ അയ്യപ്പ, ഞാൻ പോയിട്ട് വരുമ്പോഴും ഈ സ്ഥാപനം ഇതുപോലെ ഇവിടെ ഉണ്ടായിരിക്കണം. ദോ ആ കിടക്കുന്ന വണ്ടികളുടെ പാർട്സ് അടിച്ചു മാറ്റി വിറ്റ് നീ പൈൻ്റ് അടിക്കരുത്. ശ്രമിക്കാം. ഡേയ് ഒന്ന് നോക്കിയേക്കണേ. ആലോചിക്കാം. മുതലാളി വണ്ടി എടുക്കും. ഓപ്പറേഷൻ ഗോവ. എടീ ഈ വണ്ടി ഒന്ന് ഒതുക്കിയിട്ടേക്കണേ. ഓക്കെ, നീ കുളിച്ചിട്ട് വാ, നമുക്ക് അടിക്കണ്ടേ? ബ്രാഞ്ച് കുറച്ച് ദൂരം പോയിട്ട് മതി, അല്ലെങ്കിലേ മണം പിടിച്ച് തിരിച്ചു വരും തേണ്ടി. ആ ബാലു. ജലീൽക്ക, അങ്കിൾ എന്തേ? സാർ ഇപ്പൊ വരും. ആളാകെ ടെൻഷനില്ല. ചോദ്യം ചെയ്യല് കുഴപ്പമെന്തെങ്കിലും? കുഴപ്പമാ, സാറ് പെടും. മോൻ എപ്പോഴാ വന്ന്? വന്നേ ഉള്ളെങ്കിലേ, ജലീൽക്ക വിളിച്ചായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ഈ രാത്രി എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണ്. എന്താ അങ്കിൾ ഇത്? നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയാൽ പോരെ? ഇത് പണി വേറെയാ ബാലു. NIA നാളെ സാറിനെ അറസ്റ്റ് ചെയ്യും. ഇതിപ്പോ പണി കേന്ദ്രത്തിൽ നിന്ന് മാത്രമല്ല, ഇവിടെയും ഉണ്ടല്ലോ കുലകുത്തികൾ. നമ്മുടെ ഈ പ്രസ്ഥാനം അങ്ങോട്ട് ഇല്ലാണ്ടാവും. അനക്ക് അതോർക്കുമ്പോഴാണ് വിഷമം. എൻ്റെ അച്ഛനായിട്ടുണ്ടാക്കിയ പാർട്ടിയാ, അറിയാല്ല. പിന്നെ 10-36 കൊല്ലത്തെ എൻ്റെ അധ്വാനം എല്ലാം ഈ ഒറ്റ രാത്രി കൊണ്ട് കഴിയും. അങ്ങനെ ഒന്നും വരില്ലെന്നേ. ഇവിടെ എല്ലാവർക്കും അങ്കിളിനെ വേണം. അങ്കിളി ചെയ്തതൊന്നും അങ്കിളിന് വേണ്ടി മാത്രമൊന്നുമല്ലല്ലോ, പങ്ക് എല്ലാവർക്കും കൊടുത്തല്ലേ. അതൊന്നും ഒരുപക്ഷെ കണക്കിൽ വരില്ല ബാലു. നമ്മൾ ഈ മുന്നണിയിലെ ചെറിയൊരു പാർട്ടി മാത്രമാ. ഇനിയിപ്പോ സാറ് വീണ നമ്മളെ പാർട്ടിയിൽ നിന്ന് മറ്റൊരാൾ മന്ത്രിയാവും. അല്ല, അങ്ങനെ ചിന്തിക്കുന്നവരാ കൂടുതലും. പോട്ടെ ജലീലേ, എല്ലാ പ്രസ്ഥാനത്തിനും ഉണ്ടടോ ഒരു ഒടുക്കം.